ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതല്ല, മറിച്ച് ക്ഷമിക്കുന്ന സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. കാരണം തെറ്റുകളേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഉദ്ധിതനായ ഈശോ തന്റെ ശിഷ്യന്മാരെ കാണുവാൻ കടൽക്കരയിലേക്ക് വരുമ്പോൾ അവർ തന്നെ ഒറ്റിക്കൊടുത്തതും ഉപേക്ഷിച്ചതും മനസ്സിൽ വെക്കാതെ അവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് പ്രാതൽ കഴിക്കുവാൻ ക്ഷണിക്കുന്ന യേശുനാഥനെ നാം കാണുന്നു. ക്ഷമിക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ ക്ഷമിക്കുന്ന ദൈവം ഞാൻ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വന്തം സഹോദരർ തന്നെ ഉപേക്ഷിച്ചിട്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 45:5 ജോസഫ് തന്റെ സഹോദരോട് പറയുന്നത്, എന്നെ വിറ്റത്തെ പ്രതി നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നാണ്. 1 സാമുവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ സാവൂൾ തന്നെ പല പ്രാവശ്യം കൊല്ലുവാൻ ശ്രമിച്ചിട്ടും ദാവീദ് പറയുന്നത്, എന്റെ യജമാനെതിരെ കൈ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 60-ാം വാക്യത്തിൽ തന്നെ കല്ലെറിയുമ്പോഴും സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവരുടെ തെറ്റുകൾ ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും യേശുനാഥൻ പറയുന്നു, പിതാവേ, ഇവരുടെ തെറ്റുകൾ ഇവരോട് ക്ഷമിക്കണമേ. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത് ക്ഷമിക്കുന്ന സ്നേഹമാണ് എന്ന സത്യമാണ്. കാരണം തെറ്റിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ നമ്മെ സഹായിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടത്, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമയാണോ ഞാൻ? ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ക്ഷമിക്കാതെ ഇപ്പോഴും നാം മറ്റുള്ളവരോട് വൈരാഗ്യവും വെറുപ്പും നാം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമയല്ല ഞാനെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ആര് നമ്മോട് തെറ്റ് ചെയ്താലും ആര് നമ്മെ ഉപേക്ഷിച്ചാലും അവരെ വെറുക്കാതെ ആത്മാർത്ഥം അവരെ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമയാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. 1 കൊരിന്തോസ് 13:4 പൗലോസ് പറയുന്നത്, സ്നേഹം ക്ഷമയും ദയയുമുള്ളതാണ് എന്നാണ്. അപ്രകാരം ദീർഘക്ഷമയും ദയയും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമയാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ. ആയതിനാൽ പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമകളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. എഫേഷ്യൻസ് 5:1 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇപ്രകാരം ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉടമകളായി ക്രിസ്തുവിനെ പോലെ യഥാർത്ഥ സ്നേഹത്തിന്റെ വ്യക്താക്കളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നമുക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.